ഡോക്ടർക്ക് സുഖല്ലേ? ആ സുഖം തന്നെ. കുറേ ദിവസമായി ഡോക്ടറോട് ഒരു സംശയം ചോദിക്കണം എന്ന് വിചാരിക്കണേ. ചോദിച്ചോ, അതിനെന്താ? പിന്നെ എനിക്ക് മക്കള് രണ്ടാണല്ലോ ഉള്ളത്. അവരൊക്കെ വലുതായും ചെയ്ത് പുറത്തൊക്കെ പോയി പഠിക്കാനും തുടങ്ങി. അപ്പൊ വീട്ടില് ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് ഇനി ഒരു കുട്ടിയും കൂടി ആവാൻ പറ്റൂലേ എന്നൊരു തോന്നല്, അങ്ങനെ വേണം ആവണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. മറ്റവരൊക്കെ വലുതായി കഴിഞ്ഞപ്പോ നമുക്ക് ഇങ്ങനെ ചെറിയ കുട്ടികളൊക്കെ കാണുമ്പോ ഒരു ബോധ്യാണല്ലോ. എത്ര വയസ്സായി ഇപ്പം? 40 കഴിഞ്ഞ്. 40 കഴിഞ്ഞല്ലേ? ഈ പ്രായത്തില് ഗർഭം ധരിക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല, കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ്. അവർക്ക് ചെറിയ കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. ഹസ്ബൻഡ് സിഗരറ്റ് വലിയൊന്നും ഇല്ലല്ലോ? ഇല്ല. ഷുഗർ ഉണ്ടോ മൂപ്പർക്ക്? ഇല്ലല്ലേ? വേറെ ഗുളികയൊന്നും കഴിക്കണില്ലല്ലോ? ഇല്ലല്ലേ? അപ്പോൾ നിങ്ങളുടെ മാസക്കുളി കൃത്യം ഉണ്ടാവും അല്ലേ? മാസക്കുളി കൃത്യം ഉണ്ടാകുന്ന ആളാണെങ്കിൽ ഇനി ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു ബോഡി ചെക്കപ്പ് നടത്തിക്കുക. അതായത് രക്തത്തിൻ്റെ കുറച്ച് ടെസ്റ്റുകളുണ്ടാവും. CBC, ESR, HbA1c, FBS, PPBS, അതായത് ഷുഗർ നോക്കാനും പിന്നെ കൊളസ്ട്രോൾ നോക്കാനും. കൊളസ്ട്രോളൊക്കെ ഉണ്ടോ എന്ന് നോക്കിച്ചോളൂ, കുഴപ്പമില്ല. പിന്നെ കിഡ്നി ഫങ്ഷൻ, ലിവർ ഫങ്ഷൻ അത് നോക്കിച്ചോളൂ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നോക്കിക്കേണ്ടത് നമ്മുടെ ഒവേറിയൻ റിസർവാണ്. അതായത് നമ്മുടെ ഓവറിയിൽ ഇനി എത്ര എഗ്ഗ് ബാക്കിയുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ AMH എന്ന് പറഞ്ഞ ഒരു ഹോർമോൺ ലെവൽ നോക്കിക്കും. പിന്നെ പ്രൊലാക്റ്റിനും അതിൻ്റെ കൂടെ നോക്കിക്കാം. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അതൊക്കെ നോർമലാണ്, ഒരു കുഴപ്പമില്ല. മെൻസസ് കൃത്യം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ആ ഓവുലേഷൻ ടൈമിൽ, അതായത് അടുത്ത മെൻസസ് പ്രതീക്ഷിക്കുന്നതിൻ്റെ 14 ദിവസം മുന്നേ ഉള്ള ഒരു ഡേറ്റ് കണക്ക് കൂട്ടിയിട്ട് അതിൻ്റെ മുമ്പത്തെ ഒരു 3 ദിവസവും അതിൻ്റെ അപ്പുറത്തുള്ള 3 ദിവസവും അങ്ങനെ ആ ഒരു വിൻഡോയിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഒരു ട്യൂബ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കാം. നിങ്ങളുടെ ട്യൂബ് രണ്ടും ഓപ്പൺ ആണോ അറിയാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡിൻ്റെ ബീജം ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതിലെന്തെങ്കിലും ചലനശേഷി കുറവോ എണ്ണത്തിൻ്റെ കമ്മിയോ എന്തെങ്കിലും ഉണ്ടോ, ഇൻഫെക്ഷൻ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി അതൊക്കെ ട്രീറ്റ് ചെയ്യുക. അപ്പം പിന്നെ നിങ്ങൾക്കറിയാലോ, പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ വരുന്ന എഗ്ഗിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും, അതായത് എണ്ണവും അതിൻ്റെ ഗുണവും ഒക്കെ കുറഞ്ഞു വരും. അപ്പം അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ ഇനിയിപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടും പ്രഗ്നൻ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണിച്ചിട്ട്, അല്ലെങ്കിൽ പിന്നെ ഓവുലേഷൻ ഇൻഡക്ഷൻ ചെയ്യാം, ഗുളികയിൽ ഇഞ്ചക്ഷനൊക്കെ വെച്ചിട്ട് ഓവുലേഷൻ സ്റ്റഡിയൊക്കെ നടത്തിയിട്ട്, അല്ലെങ്കിൽ IUI, IVF അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റിലോട്ട് പോകേണ്ടി വരും. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ സക്സസ് റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞു തരും. അതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ.